ഹായ് ഓൾ, വെൽക്കം ടു സെലക്ട്. ഇന്ന് ന്യൂട്രീഷൻ്റെ വേറൊരു സെക്ഷനിലേക്ക് പോകാം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാർബോഹൈഡ്രേറ്റ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇറ്റ് ഈസ് എ മാക്രോന്യൂട്രിയൻ. ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി പ്രൊവൈഡിങ് ഫോർ ദ ബോഡി. അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ടിനകത്തിൽ കാർബൺ അടങ്ങിയിട്ടുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതൊക്കെ ആയിട്ട് ബോണ്ട് ചെയ്ത് ഇരിക്കുന്നതാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാക്രോന്യൂട്രിയൻ. മാക്രോന്യൂട്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പല സെക്ഷനിലും എടുത്തിട്ടുണ്ട്. എന്താണ് മാക്രോന്യൂട്രിയൻ? മാക്രോന്യൂട്രിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ലാർജ് എമൗണ്ടിൽ ആവശ്യമായ ന്യൂട്രിയൻസിനെയാണ് മാക്രോന്യൂട്രിയൻ എന്ന് പറയുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഒരു മാക്രോന്യൂട്രിയൻ ആണ്. നമ്മുടെ ബോഡിക്ക് ലാർജ് എമൗണ്ടിൽ ഇത് ആവശ്യമാണ്. ഇത് എന്താണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ? പ്രൊവൈഡിങ് എനർജി. നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന നമ്മുടെ ഓരോ ഫങ്ഷൻസിനും വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് കാർബോഹൈഡ്രേറ്റ്. ഇനി കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. കാർബോഹൈഡ്രേറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, രണ്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസിലി ഡൈജസ്റ്റബിൾ ആൻഡ് ക്വിക്ലി അബ്സോർബ്. ഈസിലി അത് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും. ഫുഡിൽ കൂടി കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അത് ഈസിലി ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യും, ക്വിക്ലി അബ്സോർബ് ചെയ്യുകയും ചെയ്യും. വേഗം അതിനെ അബ്സോർപ്ഷൻ നടക്കുകയും ചെയ്യും. ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, മോണോസാക്കറൈഡ്സും ഡൈസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്, ചെറിയ ഫോം. ഡൈസാക്കറൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മോണോസാക്കറൈഡ്സ് ചേരുന്നതാണ് ഡൈസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ്സിൽ അത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഉണ്ട്. ഡൈസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ മോണോസാക്കറൈഡ്സ്, രണ്ട് ഡൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മോണോസാക്കറൈഡ്സ് ചേരുന്നതിനെയാണ് ഡൈസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അതിൽ സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് അതൊക്കെ ഡൈസാക്കറൈഡ്സിൽ പെടുന്നതാണ്. അടുത്തത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടേക്ക് ലോങ്ങർ ടു ഡൈജസ്റ്റ്, പ്രൊവൈഡ് സസ്റ്റെയിൻഡ് എനർജി. അത് കുറച്ച് ടൈം എടുത്തേ ഈ പറയുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ആവുകയുള്ളൂ, പക്ഷേ ലോങ് ടൈം ഈ എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിന് മെയിനായിട്ടുള്ളതാണ് പോളിസാക്കറൈഡ്സ്. പോളി എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നിൽ കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉള്ളതാണ്. സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ഇതൊക്കെയാണ് പോളിസാക്കറൈഡ്സിൽ വരുന്നത്. അപ്പം ക്ലാസിഫിക്കേഷൻ നമുക്ക് സിമ്പിൾ ഒരു ചാർട്ട് പോലെ ഒന്നുകൂടെ നോക്കാം. കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്നും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിൽ മോണോസാക്കറൈഡ്സും ഡൈസാക്കറൈഡ്സും ഉണ്ട്. മോണോസാക്കറൈഡ്സിൻ്റെ മെയിൻ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസുമാണ്. ഡൈസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മോണോസാക്കറൈഡ്സ് കൂടിയതാണ് ഡൈസാക്കറൈഡ്സ്. ഇതിൽ മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ് ഇതൊക്കെ ഡൈസാക്കറൈഡ്സ് ആണ്. ഇനി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൽ വരുന്നതാണ് പോളിസാക്കറൈഡ്സ്. ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ എന്ന് പറയുന്നതാണ് പോളിസാക്കറൈഡ്സ്. ഇതിൽ സ്റ്റാർച്ച്, ഫൈബേഴ്സ്, ഗ്ലൈക്കോജൻ ഇതൊക്കെയാണ് പോളിസാക്കറൈഡ്സിൽ വരുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് നോക്കാം. കാർബോഹൈഡ്രേറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. എനർജി പ്രൊഡക്ഷൻ. ആദ്യമേ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഓരോ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്നുമാണ്. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നുമാണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രോട്ടീൻ സ്പെയറിങ് ആക്ഷൻ. കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീനിൽ നിന്നുമാണ് എനർജി, അതായത് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ആയി അതിൽ നിന്നും എനർജി റിലീസ് ചെയ്യുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ പ്രോട്ടീൻ്റെ സ്പെയറിങ് ആക്ഷൻ നടക്കുന്നത്. അടുത്തത് ഫാറ്റ് മെറ്റബോളിസം. ഫാറ്റിൻ്റെ മെറ്റബോളിസത്തിന് ബ്രേക്ക് ഡൗൺ ആയി ഫാറ്റ് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാർബോഹൈഡ്രേറ്റിലെ ഗ്ലൂക്കോസിൻ്റെ ആവശ്യമുണ്ട്. ഇനി ബ്രെയിൻ ഫങ്ഷൻ. ബ്രെയിനിൻ്റെ എല്ലാ ഫങ്ഷൻസ്, മെയിനായിട്ട് കോഗ്നിറ്റീവ് ഫങ്ഷൻ, മെമ്മറി, കോൺസെൻട്രേഷൻ ഇതുപോലെയുള്ള ബ്രെയിനിൻ്റെ ഓരോ ഫങ്ഷൻസിനും കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ്. ഡയറ്ററി ഫൈബർ ഫങ്ഷൻ. ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്നുമാണ് നമുക്ക് ഡയറ്ററി ഫൈബർ കിട്ടുന്നത്. ഡയറ്ററി ഫൈബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൽ സോല്യുബിൾ ആൻഡ് ഇൻസോല്യുബിൾ ഫൈബേഴ്സ് ഉണ്ട്. ഈ സോല്യുബിൾ ഫൈബേഴ്സ് കൊണ്ട് നമുക്ക് ഹാർട്ട് ഡിസീസും ഡയബറ്റീസും കൊളസ്ട്രോളും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡയറ്ററി ഫൈബർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫങ്ഷൻസ് മനസ്സിലായല്ലോ. എനർജി പ്രൊഡക്ഷൻ,
പ്രോട്ടീൻ സ്പെയറിങ് ആക്ഷൻ. ഇപ്പം കാർബോഹൈഡ്രേറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പ്രോട്ടീന് അതിൻ്റെതായ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. പ്രോട്ടീൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിങ്ങും ടിഷ്യൂ റിപ്പയർ അതുപോലുള്ള ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുന്നത്. ഫാറ്റ് മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ബ്രെയിൻ്റെ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ്. ഡയറ്ററി ഫൈബർ ഫങ്ഷൻസ്, ഇതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ മെയിൻ ഫങ്ഷൻസ്. ഇനി സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് നോക്കാം. ഏതൊക്കെ സോഴ്സിൽ നിന്നുമാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നത്? അതിൽ ഒന്നാമത്തത് പ്ലാന്റ് സോഴ്സ്, 2 ഫ്രൂട്ട്സ് ആൻഡ് ആനിമൽ സോഴ്സ്. പ്ലാന്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൽ നിന്നും കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം. റൈസിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് കിട്ടും, വീറ്റിൽ നിന്നും കിട്ടും, മൈസ്, പൊട്ടറ്റോ, ടപ്പിയോക്ക, ഇതിൽ നിന്നുമൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടും. അടുത്തത് ഫ്രൂട്ട്സ്, ബനാന, ആപ്പിളിൽ നിന്നുമൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടും. ഷുഗർ, ഹണി, ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ആനിമൽസിൽ നിന്ന് കിട്ടുന്ന മിൽക്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അടുത്തത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഡൈജഷൻ, അബ്സോർപ്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ പാർട്ടിലും, ഡൈജസ്റ്റീവ് പാർട്ട്, അതായത് ഗട്ട് എന്ന് പറയും, ഈ ഓരോ പാർട്ടിലും കൂടെ നടക്കുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ആണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഇതിൽ മൗത്തിൽ നിന്നുമാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, മൗത്തിൽ നിന്നും. അപ്പോൾ മൗത്തിൽ നമുക്ക് സലൈവയിലുള്ള സലൈവറി അമലേസ് അല്ലെങ്കിൽ ടൈലിൻ എന്ന് പറയും, ഇതിൻ്റെ ആക്ഷൻ കൊണ്ടാണ് ഫസ്റ്റ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡൈജഷനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ സിമ്പിൾ ഫോം ആക്കിയിട്ടാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇതിനെ സിമ്പിൾ ഫോം ആക്കാൻ വേണ്ടിയിട്ട് കുറേ എൻസൈംസ് നമുക്ക് മൗത്തിലും സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെ ഉണ്ട്. ഇതിനെ നമുക്ക് സിമ്പിൾ ഫോം ആക്കി മാറ്റുന്നു. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ സിമ്പിൾ ഫോം ആക്കി മാറ്റുന്നു. അപ്പം നമുക്ക് ചാർട്ട് ഒന്ന് നോക്കാം. മൗത്തിൽ ഡയറ്ററി കാർബോഹൈഡ്രേറ്റ് സലൈവറി അമലേസിൻ്റെ ആക്ഷൻ കാരണം പോളിസാക്കറൈഡ്സും ഡെക്സ്ട്രിൻസും സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്, അതായത് അതിൻ്റെ പോളിസാക്കറൈഡ്സിനെ ഡൈസാക്കറൈഡ്സ് ഒക്കെ ആക്കി മാറ്റുന്നു, ഈ സലൈവറി അമലേസ്. ഇനി സ്റ്റൊമക്കിൽ ഇതിൻ്റെ ഡൈജഷൻ നടക്കുന്നില്ല, കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ സ്റ്റൊമക്കിൽ നടക്കുന്നില്ല. ഇനി അടുത്തത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തി. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പാൻക്രിയാറ്റിക് അമലൈസ് എന്ന് പറയുന്ന പാൻക്രിയാസ് റിലീസ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. അതുവഴി ഇതിനെ മോണോസാക്കറൈഡ്സ് ആക്കി മാറ്റുന്നു. ഗ്ലൂക്കോസും ഗാലക്ടോസും ഫ്രക്ടോസും ഒക്കെ ആക്കി മാറ്റിയിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെ ഇതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നു. അപ്പോൾ പാൻക്രിയാറ്റിക് അമലൈസ് അല്ലാതെ നമ്മുടെ ബ്രഷ് ബോർഡ് എൻസൈം എന്ന് പറയുന്ന കുറച്ച് എൻസൈംസ് ഉണ്ട്. അതായത് മാൾട്ടേസ്, ഐസോമാൾട്ടേസ്, സൂക്രേസ്, ലാക്ടേസ്, ഡെക്സ്ട്രിനേസ്, ഇത്രയും ബ്രഷ് ബോർഡ് എൻസൈംസ് കൊണ്ട് ഈ പറയുന്ന ഡൈസാക്കറൈഡ്സിനെയോ പോളിസാക്കറൈഡ്സിനെയോ ഒക്കെ സിമ്പിൾ ഫോമായ മോണോസാക്കറൈഡ്സ് ആക്കി മാറ്റുന്നു. അപ്പം മാൾട്ടോസ്, ഇപ്പം നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തിയ ഡൈസാക്കറൈഡായ മാൾട്ടേസിൻ്റെ ആക്ഷൻ കാരണം, ഈ ASC വരുന്നതെല്ലാം എന്താണ്? എൻസൈംസ് ആണ്. മാൾട്ടേസിൻ്റെ ആക്ഷൻ കാരണം ഗ്ലൂക്കോസ് ആയി മാറുന്നു, 2 ഗ്ലൂക്കോസ്. മാൾട്ടോസ് 2 ഗ്ലൂക്കോസ് ആയി മാറുന്നു. ഐസോമാൾട്ടേസിൻ്റെ ആക്ഷൻ കാരണം 2 ഗ്ലൂക്കോസ് ആയി മാറുന്നു. ഇനി സൂക്രേസിൻ്റെ ആക്ഷൻ കാരണം ഗ്ലൂക്കോസും ഫ്രക്ടോസുമായി മാറുന്നു. അടുത്തത് ലാക്ടേസിൻ്റെ ആക്ഷൻ കാരണം ലാക്ടോസ് എന്താവുന്നു? ഗ്ലൂക്കോസും ഗാലക്ടോസുമായി മാറുന്നു. ഇനി ലിമിറ്റഡ് ഡെക്സ്ട്രിൻസും ഉണ്ട്. ഡെക്സ്ട്രിൻസും ഇതിൻ്റെ ഭാഗമായിട്ട് ഡൈസാക്കറൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ഡെക്സ്ട്രിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വഴി ഗ്ലൂക്കോസ് മാൾട്ടോട്രയോസ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറുന്നു. അപ്പോൾ ഈ സിമ്പിൾ ഫോം ആയി കഴിയുമ്പോൾ എന്താണ് നടക്കുക? ഇതെല്ലാം അബ്സോർപ്ഷന് വേണ്ടിയിട്ട് പാകമാകും. അപ്പോൾ അബ്സോർപ്ഷൻ നടക്കുന്ന എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ജെജുനം എന്ന് പറയുന്ന പാർട്ടിലാണ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി മെറ്റബോളിസം, മെയിനായിട്ട് എന്തിനാണ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുന്നത്? എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഗ്ലൂക്കോസ് യൂസ്ഡ് ഫോർ എനർജി. അപ്പോൾ ഗ്ലൂക്കോസ് ഫോമിലെത്തി, അതായത് മോണോസാക്കറൈഡായി മാറിയിട്ടുണ്ട്. അത് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൈക്കോജൻ എന്ന പേരിൽ ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എക്സസ് ആയിട്ടുള്ള ഈ പറയുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റി ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ
ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് നമുക്ക് കൂടുകയാണെങ്കിൽ, ഓവറായിട്ട് ആവുകയാണെങ്കിൽ ഈ ഗ്ലൂക്കോസിനെ ഫാറ്റിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഫാറ്റ് അപ്പോഴാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കൂടുമ്പോഴാണ് നമുക്ക് ഒബിസിറ്റി ഒക്കെ ആവുന്നത്. അതായത് വെയിറ്റ് കൂടി നമ്മൾ ഫാറ്റ് സ്റ്റോർ ചെയ്ത് ആ ഫാറ്റ് കൂടിയിട്ടുള്ള ഒബിസിറ്റിയിലേക്ക് പോകുന്നത്. ഇനി ഇതിൻ്റെ ഡെയിലി റിക്വയർമെൻറ്റ്സ് നോക്കാം. ഡെയിലി 50 to 60% ഓഫ് ടോട്ടൽ കലോറി, അതായത് 250 to 400 ഗ്രാം പെർ ഡേ ആണ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ റിക്വയർമെൻറ്റ്. നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കാർബോഹൈഡ്രേറ്റ് വേണം. അപ്പോൾ ഏകദേശം 50 to 60% ഓഫ് ടോട്ടൽ കലോറിയുടെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ഇനി 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ 4 കിലോ കലോറി ഉണ്ട്, അത്ര എനർജി ഉണ്ട്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ 4 കിലോ കലോറി ഓഫ് എനർജി ഉണ്ട്. ഇത് ഈ ന്യൂട്രിയൻസിൻ്റെ മെയിൻ കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, ഫാറ്റ്, അതിൽ നിന്നൊക്കെ PSC ടെസ്റ്റിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് ഈ സ്ലൈഡ്സിൽ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സ്ലൈഡ്സിൽ അതുകൂടെ ഡിസ്കസ് ചെയ്യാം. മെയിനായിട്ടൊക്കെ ചോദിക്കുന്നതാണ് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ എത്ര കിലോ കലോറി അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിഷ്യൻസിയും എക്സസും നോക്കാം. കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കുറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം? അത് ഡെഫിഷ്യൻസി, അതിൻ്റെ കുറവ് മൂലം എന്തൊക്കെ സംഭവിക്കാം? വീക്ക്നെസ് ഉണ്ടാവാം, ഫാറ്റിഗ് ഉണ്ടാവാം, വെയിറ്റ് ലോസ് ഉണ്ടാവാം, പിന്നെ കീറ്റോസിസ്, അതായത് ഫാറ്റ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഫാറ്റിനെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞു. അടുത്തത് എക്സസ് കാരണം എന്താവും? നമ്മളിപ്പോൾ പറഞ്ഞു ഒബിസിറ്റി വരാം, ഒബിസിറ്റി. അടുത്തത് ഡെൻ്റൽ കാരീസ് വരാം. റിസ്ക് ഓഫ് ഡയബറ്റിസ് മെൽറ്റസ്, ഹാർട്ട് ഡിസീസ്, കൊളസ്ട്രോൾ, അതുപോലുള്ള ഡിസീസസ് ഒക്കെ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കൂടുന്നത് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയും ഡയറ്ററി ഫൈബർ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഡയറ്ററി ഫൈബർ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ റിച്ച് ആയിട്ടുള്ള കണ്ടന്റിനെയാണ് ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നത്. ഇതിനെ സോലുബിൾ ഫൈബർ എന്നും ഇൻസോലുബിൾ ഫൈബർ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സോലുബിൾ ഫൈബർ ആണ് നമുക്ക് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഹാർട്ട് ഡിസീസ്, ഡയബറ്റിസ് മെൽറ്റസ്, അതുപോലെ കൊളസ്ട്രോൾ, അതുപോലുള്ള ഡിസീസസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സോലുബിൾ ഫൈബറാണ്. ഇനി ഇൻസോലുബിൾ ഫൈബേഴ്സും ഉണ്ട്. അത് ഓൾ ഗ്രെയിൻസിലും വെജിറ്റബിൾസിലുമാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ഡിസീസസ്, അതായത് സിംറ്റംസ് ആണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ കാർബോഹൈഡ്രേറ്റിലെ ഈ ഡയറ്ററി ഫൈബേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മെയിനായിട്ടുള്ള നമുക്ക് PSC ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കാർബോഹൈഡ്രേറ്റ് മെയിൻലി പ്രൊവൈഡ് ഹൗ മെനി കിലോ കലോറി? എത്ര കിലോ കലോറിയാണ് കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ 4 കിലോ കലോറി അടങ്ങിയിരിക്കുന്നു. അതായത് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്നും നമുക്ക് 4 കിലോ കലോറി എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അടുത്തത് ദ എൻ പ്രോഡക്റ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ്റെ എൻ പ്രോഡക്റ്റ്, അത് നമ്മൾ പറഞ്ഞല്ലോ, കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ സിമ്പിൾ ഫോം ആക്കി, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ സിമ്പിൾ ഫോമാണ്, എൻ പ്രോഡക്റ്റ് ആണ് ഡൈജഷൻ്റെ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ആണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ്റെ എൻ പ്രോഡക്റ്റ്. അടുത്തത് സ്റ്റോറേജ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഗ്ലൈക്കോജൻ എന്ന ഫോമിലാണ് കാർബോഹൈഡ്രേറ്റ് ഹ്യൂമൻ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഗ്ലൈക്കോജൻ. ഇനി വിച്ച് ഓർഗൻ സ്റ്റോർ ഗ്ലൈക്കോജൻ മെയിൻലി? ഏത് ഓർഗനിലാണ് ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ലിവറിലാണ് ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ലിവർ ആൻഡ് മസിൽസിലാണ്, മെയിനായിട്ടും ലിവറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അടുത്തത് വിച്ച് ഷുഗർ ഈസ് പ്രസൻറ്റ് ഇൻ മിൽക്ക്? മിൽക്കിൽ പ്രസൻറ്റ് ഉള്ള ലാക്ടോസ് എന്ന് പറയുന്ന ഷുഗറാണ്, കാർബോഹൈഡ്രേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്, ലാക്ടോസ്. മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? ലാക്ടോസ്. അടുത്തത് ഗ്ലൂക്കോസ് ബിലോങ്സ് ടു വിച്ച് കാറ്റഗറി? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഏത് ഫോമാണ്? മോണോസാക്കറൈഡ്സ് ആണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഏത് ഫോമാണ്? മോണോസാക്കറൈഡ്സ്. അടുത്തത് സൂക്രോസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. നമ്മൾ ആ ഒരു ചാർട്ടിൽ നോക്കിയതാണ്. സൂക്രോസ് അതിനെ ഡിവൈഡ് ചെയ്ത് ഏതൊക്കെ ഫോമിലാക്കാം? ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ഫോമിലാണ് ആക്കുന്നത്. ഗ്ലൂക്കോസ്, സൂക്രേസ് എന്ന് പറയുന്ന എൻസൈം അതിനെ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് എന്ന ഫോമിലാക്കുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും സൂക്രേസ് എന്ന് പറയുന്ന എൻസൈം സൂക്രോസിനെ ഏത് ഫോമിലാക്കുന്നു? ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഓക്കെ. അടുത്തത് വിച്ച് ഈസ് എ പോളിസാക്കറൈഡ്സ്. ഇതിൽ പോളിസാക്കറൈഡ് ഏതാണ്? ഗ്ലൂക്കോസ് ആണോ? അല്ല. മാൾട്ടോസ് അല്ല. സ്റ്റാർച്ച് ആണ്
പോളിസാക്കറൈഡ്സ് ഏതാണ്? സ്റ്റാർച്ച്. പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ ഈസ് ഡൺ ബൈ, പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ ആരാണ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ് ആണ് പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ നടത്തുന്നത്, കാർബോഹൈഡ്രേറ്റ്. അടുത്തത്, വിച്ച് കാർബോഹൈഡ്രേറ്റ് ഈസ് നോട്ട് ഡൈജസ്റ്റബിൾ? നോൺ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെയാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്, സെല്ലുലോസ്. ഈ കൂട്ടത്തിൽ സ്റ്റാർച്ചിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും, ഗ്ലൈക്കോജനെ പറ്റും, ലാക്ടോസിനെ പറ്റും. സെല്ലുലോസിനെ ഡൈജസ്റ്റബിൾ അല്ല സെല്ലുലോസ്. അടുത്തത്, ഡയറ്ററി ഫൈബർ മെയിൻലി ഹെൽപ്പ് ഇൻ മസിൽ ഗ്രോത്തിനാണോ? അല്ല, ഡൈജഷനാണ് ഡയറ്ററി ഫൈബർ മെയിൻ ആയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. ഡയറ്ററി ഫൈബർ ഹെൽപ്പ് ടു ഡൈജഷൻ. ഡെഫിഷ്യൻസി ഓഫ് കാർബോഹൈഡ്രേറ്റ് ലീഡ് ടു, അതായത് ഈ കൂട്ടത്തിൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കുറവ് മൂലം എന്താ സംഭവിക്കുക? ഒബിസിറ്റി അല്ല, ഹൈപ്പർ ടെൻഷൻ അല്ല, അനീമിയ അല്ല, കീറ്റോസിസ് നടക്കും. കീറ്റോസിസ് എന്താണ്? ഫാറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കും, അതാണ് കീറ്റോസിസ്. ഡെഫിഷ്യൻസി ഓഫ് കാർബോഹൈഡ്രേറ്റ് ലീഡ് ടു കീറ്റോസിസ്. അടുത്തത്, എക്സസ് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ലീഡ് ടു, എക്സസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒബിസിറ്റി വരും, ഒബിസിറ്റി. അപ്പോൾ മനസ്സിലായല്ലോ, എക്സസ് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ലീഡ് ടു ഒബിസിറ്റി. വിച്ച് ഷുഗർ ഈസ് കോൾഡ് ഫ്രൂട്ട് ഷുഗർ? ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഷുഗറാണ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് ആണ് ഫ്രൂട്ടിൽ, ഫ്രൂട്ട്, ഫ്രക്ടോസ്. ആ ഒരു എഫ് ഓർത്തിരുന്നാൽ മതി. ഫ്രക്ടോസ്. ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ ഏതാണ്? ഫ്രക്ടോസ്. അടുത്തത്, വിച്ച് കാർബോഹൈഡ്രേറ്റ് ഈസ് സ്വീറ്റസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ഫ്രക്ടോസ് തന്നെയാണ് സ്വീറ്റസ്റ്റ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഓക്കെ, കാർബോഹൈഡ്രേറ്റിൻ്റെ ഈ സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു.